നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ശേഷം എന്റെ പിള്ളേര് ഇത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഇതെല്ലാം പാറുവിന്റെ മിടുക്ക, അവളുടെ സ്നേഹം. പാറു വരുന്നവരെ നിങ്ങളുടെ കുറവ് അറിയിക്കാതിരിക്കാൻ ഞാനായിരുന്നു അവരുടെ അമ്മ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവർക്ക് ശരിക്കും ഒരു അമ്മയെ കിട്ടി. നിങ്ങൾ എന്റെ കൂടപ്പിറപ്പൊക്കെ നഷ്ടപ്പെടുത്തിയതിന്റെ 1000 ഇരട്ടി സ്നേഹം പാറു ഇപ്പോ അവർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു പോയ ദുരിതകാലമൊക്കെ മാറുക. ഈ വീട്ടില് ഇപ്പൊ സമാധാനം വന്നിരിക്കുക പാറുവിന്റെ വരവോടെ. എനിക്ക് എന്റെ പിള്ളേരെ കുറിച്ച് ഓർത്ത് ഇപ്പൊ ഒരു പേടിയില്ല, ഒരു വിഷമവുമില്ല. അവർക്കിനി നല്ല കാല വരാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കോ. ഗിരിയേട്ടാ, ആരോടെ ഈ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ? അല്ല, അത് പിന്നെ വെറുതെ. ഞാൻ കണ്ടു, പക്ഷെ കണ്ടപ്പോ ഇത്തിരി വൈകിപ്പോയി, മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. ഈ മരത്തെ നോക്കിയായിരുന്നല്ലോ സംസാരം. മരത്തിൽ ആരിയ്ക്കുന്നു ഈ സംസാരം കേൾക്കാൻ? അത് പറ, കേക്കട്ടെ. ഒന്നുമില്ല. മനസ്സിലുള്ള സന്തോഷോ സങ്കടോ എന്തോ ആണ് മരത്തിനോട് പങ്കുവെച്ചെന്ന് മനസ്സിലായി. അല്ല, മരത്തിനോട് ഇങ്ങനെ സംസാരിച്ച ഈ മരം ഇതിനൊക്കെ മറുപടി തരൂ? ഗിരിയേട്ടന്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരൂ? ഇവിടെ വന്ന് ആരോടൊന്നില്ലാതെ എല്ലാം തുറന്നു പറയുമ്പോ മനസ്സിലുള്ള ഭാരമൊക്കെ ഇറങ്ങി പോകുന്നല്ലോ തോന്നും. ഗിരിയേട്ടാ, നമ്മളിവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയാണ്. നമുക്കിടയിൽ അദൃശ്യമായൊരു അതിർവരമ്പും ഉണ്ട് എന്ന് കരുതി ഗിരിയേട്ടൻ ഒരിക്കലും എന്റെ ആ പഴയ ഗിരിയേട്ടൻ അല്ലാതാവുന്നില്ല. ഗിരിയേട്ടന്റെ മനസ്സിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗിരിയേട്ടന് അതെന്നോട് തുറന്നു പറയാം. അല്ലാതെ എല്ലാ വിഷമം കൂടി ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് മനസ്സിലെടുത്ത് വെക്കരുത്. എന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എനിക്ക് കൂട്ടായി നിൽക്കുന്ന ആളാണ് ഗിരിയേട്ടൻ. അപ്പൊ ഗിരിയേട്ടന്റെ വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കണ്ടേ? എന്റെ കാര്യത്തിൽ ഗിരിയേട്ടൻ കാണിക്കുന്ന കരുതൽ ഗിരിയേട്ടന്റെ കാര്യത്തിൽ എനിക്കുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം താൽക്കാലികമാണെങ്കിലും ഗിരിയേട്ടന്റെ മനസ്സ് കാണാൻ എന്നും ഞാനുണ്ടാവും. സത്യം.